ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മ്യൂച്വൽ ഫണ്ട്സിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ് നമുക്ക് പെൻഡിങ് ഉള്ളത്. ആ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഡെറിവേറ്റീവ്സോ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റോ എല്ലാം കണക്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ചാപ്റ്റേഴ്സും. സോ അത് പഠിപ്പിക്കാതെ ഇതിലോട്ട് വന്നാൽ എനിക്കും ബുദ്ധിമുട്ടാണ്, ക്ലാസ് കേൾക്കണം, നിങ്ങൾക്കും ഒരു മിസ്മാച്ച് ഫീൽ ചെയ്യും പല സ്ഥലത്തും. സോ വേണ്ട, നമുക്കിനി മ്യൂച്വൽ ഫണ്ട്സിനകത്ത് മ്യൂച്വൽ ഫണ്ട്സിൻ്റേത് മാത്രമായിട്ട് പഠിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. അതായത് ഒരു പ്രോബ്ലം, ഒറ്റ പ്രോബ്ലം ഉള്ളൂ. ആ പ്രോബ്ലം കൂടെ അല്ലെങ്കിൽ രണ്ട് പ്രോബ്ലമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, രണ്ട് ഒരേപോലത്തെ പ്രോബ്ലം. അതൊന്ന് ചെയ്താൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് അവസാനിപ്പിക്കാം, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് ചെയ്യാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പ്രോബ്ലം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ. അതായത് ഈ പ്രോബ്ലം മാത്രം നമുക്ക് മോർ ദാൻ ഒരു 10, 11, 12 സംതിങ് അത്രയും മാർക്കിന് ചോദിക്കാനുണ്ട്. അത്രയും ഏരിയ ഇതുമായിട്ട് കവർ ചെയ്യാനും ഉണ്ട്. മനസ്സിലായോ? അത്രയും കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട്. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു 3 പ്ലാനാണ് ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. 3 പ്ലാനിനകത്ത് ഒന്ന് നോർമലി ഗ്രോത്ത് കണ്ടുപിടിക്കുന്ന ഒരു പ്ലാൻ. ഓക്കെ, രണ്ടാമത്തെ അല്ലെങ്കിൽ വേറെ 2 പ്ലാൻ എന്ന് പറയുന്നത് ഒന്ന് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും പിന്നെ ഒന്ന് ബോണസുമാണ്. അങ്ങനെ 2 പ്ലാൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എങ്ങനെയാണ്? ഒന്ന് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ദാറ്റ് മീൻസ് മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡുകൾ മൊത്തം എന്നാണോ കിട്ടുന്നത് അന്നത്തെ NAVക്ക് അടിസ്ഥാനത്തിൽ തിരിച്ചെന്ത് ചെയ്യും? നമ്മൾ റീഡെപ്പോസിറ്റ് ചെയ്യും. ഒരിക്കൽ കൂടെ പറഞ്ഞാൽ മനസ്സിലായല്ലോ? എന്നാണോ നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നത് ആ കിട്ടുന്ന ഡിവിഡൻഡ് കിട്ടുന്ന അല്ലെങ്കിൽ ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ അന്നത്തെ NAV എത്രയാണോ അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് കിട്ടും അല്ലേ? ആ യൂണിറ്റ്സ് നമ്മൾ എഗൈൻ എന്ത് ചെയ്യാൻ പോവാം? റീഇൻവെസ്റ്റ് ചെയ്യാൻ പോവാം. സോ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. ദ സെക്കൻഡ് വൺ പ്ലാൻ എന്ന് പറയുന്നത് ബോണസ് പ്ലാനാണ്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര യൂണിറ്റ്സ് ആണോ ഉള്ളത് അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും? നമുക്ക് ബോണസായിട്ട് യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യും. പറഞ്ഞാൽ മനസ്സിലാവണോ? നമുക്ക് നോക്കാം. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. നോക്കി 2 പ്ലാൻസ്. ഇതിനകത്ത് 2 പ്ലാനിനെ കുറിച്ച് മാത്രമാണ് പറയണേ. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഓക്കെ, ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ബോണസ് പ്ലാൻ. ദ ഫേസ് വാല്യൂ ഓഫ് ദ യൂണിറ്റ് ഈസ് 10. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് NAV 0 അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 10 രൂപയ്ക്കാണ്. ഓക്കെ, 2 ആൾക്കാരുള്ളത്. P&Q ഇൻവെസ്റ്റഡ് 5 lakhs. 5 അല്ലേ? അതെ. P&Q ഇൻവെസ്റ്റഡ് 5 lakhs each on 1 for 2006 respectively in Plan X and Plan Y. അതായത് Plan X and Plan Y. When the NAV was, അതായത് അവർ 5 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. 2 പേരും 5 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള NAV എന്ന് പറയുന്നത് നോക്കി 42.18 രണ്ടാമത്തേനകത്ത് 35.02 ആണ്. മനസ്സിലായി? അതായത് ഫേസ് വാല്യൂ 10 രൂപയാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 10 രൂപ ഫേസ് വാല്യൂ തന്നത് എന്തിനായിരിക്കും? ഡിവിഡൻഡ് പേഴ്സൻറ്റേജിലാണ് തരുന്നതെങ്കിൽ ഡിവിഡൻഡ് എപ്പോഴും ഏതിൻ്റെ ബേസിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫേസ് വാല്യൂൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യണേ. സോ 2 പേരുടെ കയ്യിലും 5 ലക്ഷം രൂപയുണ്ട്. 2 പേരും 2 പ്ലാനാണ് ചൂസ് ചെയ്യണേ. ആ ചൂസ് ചെയ്യുന്ന സമയത്ത് ആ പ്ലാനിൻ്റെ NAV എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കണേ. എത്രയൊക്കെയാണ്? 42.18 വരും, 35.32 വരും. ദാറ്റ് മീൻസ് 5 lakh ഡിവൈഡഡ് ബൈ 42.18 ചെയ്യുമ്പോൾ അങ്ങേർക്ക് കിട്ടിയത് എത്ര യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത് 5 lakh ഡിവൈഡഡ് ബൈ 35.02 ചെയ്യുമ്പോൾ രണ്ടാമത്തെ ആൾക്ക് കിട്ടിയത് എത്ര യൂണിറ്റ്സ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം പ്രോബ്ലത്തിനകത്ത് എത്ര യൂണിറ്റ്സ് ആണെന്നല്ല പറഞ്ഞിരിക്കണേ, ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് NAV ഇത്രയാണെന്നാണ് പറഞ്ഞിരിക്കണേ. സോ നമ്പർ ഓഫ് യൂണിറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി P&Q redeemed their units. ഓക്കെ, 2013 അവരുടെ യൂണിറ്റ്സ് മൊത്തമായിട്ട് അവർ എന്ത് ചെയ്തു? റെഡീം ചെയ്തു. അങ്ങനെയാണെങ്കിൽ the particulars of dividend and bonus declared on the units for the period as follows. സോ നോക്കി, ഡിവിഡൻഡ് എത്രയൊക്കെ വെച്ചിട്ടാണ് കിട്ടിയതെന്നും ബോണസ് എങ്ങനെയാണെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നോക്കി, you are required to calculate the annual return for P&Q after taking into consideration the following information. Pയുടെയും Qയുടെയും ആനുവൽ റിട്ടേൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണേ? സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് 2% ഓൺ റിഡംഷൻ. എപ്പോഴാണോ ഇത് റിഡീം ചെയ്യുന്നത്? 2013 അല്ലേ? അങ്ങനെ റിഡീം ചെയ്യുന്ന സമയത്ത് 2% ഏതിലോട്ട് പോവും? സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിലോട്ട് പോവും.
അടുത്തത് ലൈബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ടു ഇൻകം ടാക്സ്. ക്യാപിറ്റൽ ഗെയിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന സാധനമില്ല, പക്ഷേ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അത് 10% ആണ് പ്ലസ് എഡ്യൂക്കേഷൻ സെസ്. സോ ഇവിടെ സെക്യൂരിറ്റീസ് ആണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 1 വർഷം വരും. അതായത് എപ്പോഴാണോ നിങ്ങൾ റിഡംഷൻ നടത്തുന്നത് അതിനു മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ 1 വർഷം മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതിന് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ എന്ന് നോക്കുക. ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് എന്ത് കൊടുത്തേ പറ്റൂ? ടാക്സ് കൊടുത്തേ പറ്റൂ. മനസ്സിലായല്ലോ? സോ നോക്കിയേ, 2 പ്ലാനാണ് പറഞ്ഞേ. ഒന്ന് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും പിന്നെ ഒന്ന് ബോണസ് പ്ലാനും. എത്ര യൂണിറ്റ് ആണ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി. നിങ്ങൾ ഈ പ്രോബ്ലം ഒന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ആൻസർ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം അത് കണക്ട് ചെയ്ത് പറയണം. ഡിസ്കസ് ചെയ്യാം. നോക്കി, ഓക്കെ, നമുക്ക് ഓരോ പ്ലാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ആദ്യം ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. സോ ഈ ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനകത്ത് നമുക്ക് 5 ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണേ, അല്ലേ? 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന നേരത്തെ നമുക്ക് 42.18 ആയിരുന്നു അന്നത്തെ NAV. സോ അന്ന് എത്ര യൂണിറ്റ്സ് നമുക്ക് കിട്ടിക്കാണും എന്നറിയാം. എപ്പോഴാ? ആ ഓപ്പണിംഗ് ഡേറ്റിനകത്ത് 1/4/2016. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കി 15/9/2006 15% ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ വരുന്ന നേരത്ത് ഈ 15% എത്രയാണെന്ന് നോക്കുക, ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് നോക്കുക. നമ്പർ ഓഫ് യൂണിറ്റ്സ് നോക്കുമ്പോൾ എത്ര രൂപയാണ് നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടിക്കാണും എന്നറിയാം. ഇനി അതിൻ്റെ അന്നത്തെ NAV എത്രയാണ്? 46.45 ആണ് എന്നത്തെ. ആ ഡിവിഡൻഡ് കിട്ടുന്ന സമയത്തുള്ള NAV എന്ന് പറയുന്നത് 46.45 ആണ്. മനസ്സിലായോ? അപ്പം അത്രയും യൂണിറ്റ്സ് കിട്ടും. അതും കൂടെ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ചെയ്യാം. അതാ ഈ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ എനിക്ക് സൗകര്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഈ പറയുന്ന 2-3 കാര്യങ്ങളൊന്ന് ഓർത്തെടുത്ത് വെച്ചാൽ മതി, എന്നാലേ എനിക്ക് ആൻസറിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ. 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. 42.18 രൂപയായിരുന്നു അതിൻ്റെ NAV. അത് കഴിഞ്ഞാൽ 15% നമുക്ക് ഡിവിഡൻഡ് കിട്ടി. ഫേസ് വാല്യൂ 10 രൂപയാണ്. ആ ഡിവിഡൻഡ് കിട്ടുന്ന സമയത്ത് NAV എന്ന് പറയുന്നത് 46.45 ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഓക്കെ, ചെയ്യുന്നത് നോക്കിയോ. 5 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് NAV പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 42.18 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കി 5 lakh ഡിവൈഡ് ബൈ 42.18 നമുക്ക് എത്ര യൂണിറ്റ് കിട്ടും? 11,853.96 യൂണിറ്റ്സ് കിട്ടും. സ്റ്റെപ്പ് നമ്പർ 1. എത്ര യൂണിറ്റ് ആണെന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടില്ല. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്നും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 42.18 റുപ്പീസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര യൂണിറ്റ് കിട്ടിക്കാണും? 11,853.96 യൂണിറ്റ്സ് കിട്ടിക്കാണും. ഇനി അടുത്തത് ഡിവിഡൻഡ് കിട്ടുന്നതാ. ഈ ടേബിൾ മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ കുറച്ചും കൂടെ പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. പറയട്ടെ, നോക്കി. നമ്മൾ പഠിച്ച അനുസരിച്ച് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 11,853.96 യൂണിറ്റ്സ് അവൈലബിൾ ആയിരുന്നു, അല്ലേ? ഇനി നോക്കി, ഡിവിഡൻഡ് 15/9/2006 15% ആണ് നമ്മളോട് ഡിവിഡൻഡ് പറഞ്ഞിരിക്കുന്നത്. ഡിവിഡൻഡ് എപ്പോഴും ഏത് വാല്യൂവിന് എടുക്കണം? ഫേസ് വാല്യൂവിന് എടുക്കണം. സോ 10 × 15% 1.5 വരും, അല്ലേ? എത്ര യൂണിറ്റാ? 11,853.96 യൂണിറ്റ്സ് ഇൻറ്റു 1.5 ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര രൂപ വരും? ദേ 17,780.94 റുപ്പീസ് കിട്ടും. അതായത് അന്ന് നമുക്ക് അത്രയും രൂപ കിട്ടും. അന്നത്തെ NAV എത്രയാണ്? പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ 15/9/2006 NAV എന്ന് പറയുന്നത് 46.45 രൂപയാണ്. പ്രോബ്ലത്തിനകത്തുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നതും ഇത്രയേ ഉള്ളൂ. അന്ന് കിട്ടിയ എമൗണ്ട് എത്രയാണോ, അന്ന് കിട്ടിയ ഡിവിഡൻഡ് എത്രയാണോ, അത് നമ്മൾ അന്നത്തെ NAV വെച്ച് റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡീഷണലി എത്ര യൂണിറ്റ്സ് കിട്ടും? 382.79 യൂണിറ്റ്സ് കിട്ടും.
മനസ്സിലായോ? ഓപ്പണിംഗ് യൂണിറ്റ്സ് എത്രയാണ്? 11,853.96 യൂണിറ്റ്സ് പ്ലസ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്ന ഈ യൂണിറ്റ്സും കൂടെ ആഡ് ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര വരും? 12,936.75 യൂണിറ്റ്സ് വരും. ചെയ്തോ മനസ്സിലായോ? അടുത്ത ടേമിൽ ഇത് തന്നെയാണ്. നോക്കിയേ, ഓപ്പണിംഗ് യൂണിറ്റ്സ് അത്രയും ഉണ്ടായിരുന്നു. ഓക്കെ, 20% ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ 2 രൂപ വരും അല്ലേ? സോ 12,236.75 ഇൻറ്റു 2 നമുക്ക് എത്ര വരും? 24,473.50 വരും. അന്നത്തെ NAV എത്രയാണ്? 48.10. സോ കിട്ടിയ എമൗണ്ട് ഡിവൈഡ് ബൈ അന്നത്തെ NAV ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് കിട്ടും. ആ യൂണിറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പണിങ്ങുമായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലോസിങ്ങിലുള്ള ടോട്ടൽ യൂണിറ്റ്സ് കിട്ടും. മനസ്സിലായോ? മൂന്നാമത്തെ ടേമിലും ഇത് കണ്ടിന്യൂവേഷൻ ആണ്. 12,745.55 18%. ദാറ്റ് മീൻസ് 1.8 വെച്ച് കിട്ടും. 22,941.99 വരും. അന്നത്തെ NAV എന്ന് പറയുന്നത് 52.05 ആണ്. സോ അഡീഷണൽ ഇത്രയും യൂണിറ്റ്സ് കിട്ടും. ആഡ് ചെയ്യുക. സിറ്റുവേഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. ഇതിൻ്റെ ആൻസർ അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സിലാണ് നമുക്ക് പറഞ്ഞത്. നോക്കി, അങ്ങനെ ഇവിടെ വന്ന് നിൽക്കട്ടെ. അങ്ങനെ ലാസ്റ്റ് 28/2/2012 13,576.30 യൂണിറ്റ്സ് ആയിരുന്നു. 12% ഡിവിഡൻഡ് കിട്ടി. ഇത്രയും യൂണിറ്റ്സ് ആയി, അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് ആയി. അന്നത്തെ NAV ഇത്രയായിരുന്നു. സോ നമ്മളത് റീഇൻവെസ്റ്റ് ചെയ്യുന്ന നേരത്ത് ക്ലോസിങ്ങിൽ നമുക്കിപ്പോൾ എത്ര യൂണിറ്റ്സ് ഉണ്ട്? ക്ലോസിങ്ങിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്? 13,871.44 യൂണിറ്റ്സ് ഉണ്ട്. ചെയ്ത് മനസ്സിലായല്ലോ? നമ്മൾ എപ്പോഴാണ് റിഡംഷൻ നടത്തണേ? നോക്കി, 31/3/2013 നമ്മൾ റിഡംഷൻ നടത്തണേ. സിറ്റുവേഷൻ മനസ്സിലായോ? സോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയായിരുന്നു. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയായിരുന്നു. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നോക്കി, ഇത്രയും യൂണിറ്റ് ആയിരുന്നു അന്ന്. 13,871.44 യൂണിറ്റ്സ് ആയിരുന്നു റിഡംഷൻ ചെയ്യുന്ന സമയത്തുള്ളത്. റിഡംഷൻ്റെ സമയത്ത് NAV എന്ന് പറയുന്നത് 50.10 ആണ്. 50.10. ചെയ്താൽ മനസ്സിലായോ? സോ നോക്കി, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരത്ത് ദാറ്റ് മീൻസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു NAV പെർ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 6,94,959 റുപ്പീസ് വരും. അതിൻ്റെ 2% സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 2% സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലത്തിനകത്ത് തന്നെ ഉണ്ട്. സോ ആ 2% മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 6,81,059.96 വരും. സോ 6 lakh. ഓക്കെ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 5 lakh ആണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് 5 lakh ആയതുകൊണ്ട് ബാലൻസ് നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് എത്ര വരും? റിട്ടേൺ എന്ന് പറയുന്നത് 1,81,059.96 വരും. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ കണ്ടിന്യൂവേഷനകത്ത് അതേപോലെ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ? ആനുവൽ റിട്ടേൺ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബ്ലത്തിനകത്ത് ചോദിച്ചിരിക്കുന്നത് ആനുവൽ റിട്ടേൺ ആണ്. ഇവിടെ 7 വർഷത്തെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഇത്രയും ഏതാ ഈ 1,81,000 സംതിങ് റിട്ടേൺ ഉണ്ടായിരിക്കുന്നത് 1 വർഷം കൊണ്ടല്ല, 7 വർഷം കൊണ്ടാണ്. സോ ആനുവൽ റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, നമ്മുടെ റിട്ടേൺ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ 7. സോ ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് വരും? 5.17% വരും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ആ ഡിവിഡൻറ്റിൻ്റെ കേസ് മാത്രം ഒന്ന് ആലോചിക്കുക. 5 ലക്ഷം രൂപ, ഒരിക്കൽ കൂടെ പറയാം, 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്ന ദിവസത്തെ NAV വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു. സോ എത്ര യൂണിറ്റ്സ് ആണെന്ന് കിട്ടി. ഓരോ യൂണിറ്റ്സും അല്ലെങ്കിൽ ആദ്യത്തെ വർഷം എടുത്തു ഇൻറ്റു കിട്ടിയ ഡിവിഡൻറ്റ് ചെയ്യുമ്പം ടോട്ടൽ എമൗണ്ട് കിട്ടും. അന്നത്തെ ദിവസത്തെ NAV വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. സോ അഡീഷണൽ യൂണിറ്റ്സ് കിട്ടും. ഓപ്പണിംഗ് യൂണിറ്റ്സിൻ്റെ കൂടെ അഡീഷണൽ യൂണിറ്റ്സ് ആഡ് ചെയ്യാം. അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. മനസ്സിലായി? ഇവിടെ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സോ റിഡംഷന് തൊട്ട് മുമ്പുള്ള 1 വർഷത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗെയിനിന് നമ്മൾ എന്തും കൂടെ കൊടുക്കണം? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും കൂടെ കൊടുക്കണം. അങ്ങനെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം.
ദേ ഈ പോയിന്റിൽ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം നോക്കിയേ, എപ്പോഴാണ് റിഡംഷൻ നടത്തണേ? 31/3/2013 റിഡംഷൻ നടത്തണേ അല്ലേ? ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ സെക്യൂരിറ്റീസിനാണെങ്കിൽ 1 വർഷം, അങ്ങനെയാണെങ്കിൽ എപ്പോൾ വരും? 31/3/2012 മുതൽ 31/3/2013 വരെ അല്ലേ? 1/4/2012 തൊട്ട് 31/3/2013 വരെ എത്ര രൂപയാണോ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഗെയിൻ, ആ ഗെയിനിന് 10% എന്തും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിനും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു ഗെയിൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് എപ്പോഴാണ്? 28/2/2012 ആണോ? എപ്പോഴത്തോട്ടാണ് നമ്മൾ പറഞ്ഞേ? 1/4/2012 തൊട്ട് 31/3/13 വരെ കിട്ടിയ ഗെയിൻ. കാരണം 13-നാണ് റിഡംഷൻ നടത്തുന്നത്. കിട്ടിയ ഗെയിന് നമ്മൾ ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞാൽ ഈ പ്രോബ്ലം അങ്ങ് തീരും. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കണമെന്ന് മാത്രം. ഇവിടെ ഞാൻ ഈ പ്രോബ്ലത്തിനകത്ത് ചെറിയൊരു മാറ്റം വരുത്താൻ പോവാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു മാറ്റം വരുത്താൻ പോവാം കേട്ടോ. കാരണം അങ്ങനെയും റിലേറ്റ് ചെയ്ത് പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കിയേ, 28/2/2012 ഇത് മാറ്റി ഞാൻ 28/6/2016 ആക്കാൻ പോവാം. 2012 ആക്കാൻ പോവാം. 28/6/2012 ആക്കാൻ പോവാം. സോ ഇവിടെ നോക്കിയേ, 28/6/2012 31/3/2013 അല്ലേ? 1 വർഷത്തിനുള്ളിലാണ് പറഞ്ഞത്. സോ ആ 1 വർഷത്തിനുണ്ടായിരിക്കുന്ന ഗെയിനിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഗെയിൻ ഉണ്ടോ എന്ന് ആദ്യമേ നോക്കാം. ഗെയിൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കി, നമുക്ക് ഈ 1 വർഷം അഡീഷണലായിട്ട് കിട്ടിയിരിക്കുന്നത് എത്ര യൂണിറ്റാണ്? 295.14 യൂണിറ്റ്സാണ്. സിറ്റുവേഷൻ മനസ്സിലായോ? അതായത് ഈ 1 വർഷത്തെ മാത്രം ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിനേ ഉള്ളൂ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. സോ ഈ 1 വർഷം നമുക്ക് അഡീഷണലി കിട്ടിയിരിക്കുന്നത് 295.14 യൂണിറ്റ്സ് ആണ്. ഇത് കിട്ടുന്ന നേരത്ത് നമ്മുടെ NAV എത്രയായിരുന്നു? 55.20 ആണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നേരത്ത് നമ്മുടെ NAV എന്ന് പറയുന്നത് 55.20 ആയിരുന്നു. പക്ഷേ നമ്മൾ റിഡംഷൻ നടത്തുമ്പോൾ നമ്മുടെ NAV എത്രയാണ്? 50.10 ചെയ്ത് മനസ്സിലായോ? എങ്ങനെയാ കിട്ടുന്ന നേരത്ത്, ആ യൂണിറ്റ്സ് കിട്ടുന്ന നേരത്ത് നമുക്ക് 55.20 അത് റിഡംഷൻ നടത്തുമ്പോൾ നമുക്ക് അതിനേക്കാൾ കുറവാണ്. ദാറ്റ് മീൻസ് അവിടെ എന്തില്ല? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന സാധനമില്ല. ഇനി അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ, 60 രൂപയായി. അതായത് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടിയത് 295.14 യൂണിറ്റ്സ് ആണ്. അത് കിട്ടുമ്പം നമ്മുടെ നമ്മുടെ NAV എന്ന് പറയുന്നത് 55.20 ആയിരുന്നു. പക്ഷേ 1 വർഷം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ അത് റിഡംഷൻ നടത്തുമ്പോൾ നമ്മുടെ NAV എന്ന് പറയുന്നത് എത്ര യൂണിറ്റായി? എത്ര രൂപയായി? 60 രൂപയായി. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഡിഫറൻസ് 60 മൈനസ് 55.20 എന്ന് പറയുന്നത് 1 യൂണിറ്റിൻ്റെ ഗെയിനാണ് അല്ലേ? അങ്ങനെ എത്ര യൂണിറ്റ് ഉണ്ട് നമുക്ക്? 295.14 യൂണിറ്റ്സ് ഉണ്ട്. സോ നമ്മുടെ എന്ത് വരും? ടോട്ടൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരും. അതിൻ്റെ 10% നമ്മൾ എന്തായിട്ട് കൊടുക്കണം? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൊടുക്കണം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിലും എളുപ്പമാണ്. എപ്പോഴാണ് റിഡംഷൻ നടത്തിയെന്ന് നോക്കുക. ആ റിഡംഷൻ നടത്തിയ ആ 1 വർഷത്തിനുള്ളിൽ എത്ര യൂണിറ്റ്സ് ആണ് അഡീഷണലി കിട്ടിയെന്ന് നോക്കുക. ആ കിട്ടുന്ന സമയത്തുള്ള NAVയും റിഡംഷൻ നടത്തുമ്പോഴുള്ള NAVയും കൂടെ നോക്കുക. ഗെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഗെയിൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ 10% ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൊടുക്കണം. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. സോ 2 പ്ലാനാണ് നമ്മൾ ചെയ്തത്. അതിനകത്ത് ആദ്യത്തെ പ്ലാനാണ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അന്നത്തെ NAV വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കിട്ടി. ഇനി ആ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു പെർസെൻറ്റേജ് ഇൻറ്റു NAV അല്ല, പെർസെൻറ്റേജ് ഇൻറ്റു ഫേസ് വാല്യൂ. ഡിവിഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് ഇൻറ്റു ഫേസ് വാല്യൂ ചെയ്യുമ്പോൾ ഓരോ ടേമിലും നമുക്ക് കിട്ടുന്ന ഡിവിഡൻറ്റ് കിട്ടും. യൂണിറ്റ്സ് ഇൻറ്റു ഡിവിഡൻറ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് വരും? ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് കിട്ടും. ആ ഡിവിഡൻറ്റ് ഡിവൈഡ് ബൈ അന്നത്തെ ദിവസത്തെ NAV ചെയ്യുമ്പോൾ അഡീഷണൽ യൂണിറ്റ്സ് കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ 2 യൂണിറ്റ്സും കൂടെ ആഡ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, ഇതാണ് ആദ്യത്തെ പ്ലാൻ, ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഓക്കെ, ഇത് നല്ലപോലെ മനസ്സിലാക്കുക. ഇത് ചെയ്ത് നോക്കിയിട്ട് മാത്രം അടുത്ത പ്ലാനിനെ കുറിച്ച് നമുക്ക് പോവാം. ബോണസ്. ഓക്കെ, ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ബോണസ് പ്ലാനാണ്.
ബോണസ് പ്ലാനിനകത്ത് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഇല്ല. ഏതുപോലെ ഡിവിഡൻഡ് റീഇൻവെസ്റ്റ് പോലെയുള്ള കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ആകെ കൂടെ ചെക്ക് ചെയ്യേണ്ടത് ഈ പറയുന്നത് പോലെ 5 lakh rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ 5 lakh rupees ഡിവൈഡഡ് ബൈ അന്നത്തെ NAV ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് യൂണിറ്റ്സ് കിട്ടും അല്ലേ? ഡിവിഡൻഡിൽ പറഞ്ഞതുപോലെ തന്നെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കിട്ടും. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ, ഈ വർഷം 2007 1:6 ഇതാണ് എന്തിൻ്റെ റേഷ്യോ? ബോണസ് യൂണിറ്റ്സിൻ്റെ റേഷ്യോ. അതായത് ഇത്രയും ഇപ്പോൾ ഒരു 1000 യൂണിറ്റ്സ് ആണ് കിട്ടിയെന്ന് വിചാരിക്കുക, ഡിവൈഡ് ബൈ 6 × 1. മനസ്സിലായി? എക്സാമ്പിൾ പറഞ്ഞാട്ടോ, 1000 യൂണിറ്റ്സ് ആണെങ്കിൽ ഡിവൈഡ് ബൈ 6 × 1. ദാറ്റ് മീൻസ് 6 യൂണിറ്റ് ഉള്ള ഒരാൾക്ക് എത്ര വെച്ച് കൊടുക്കും? ഓരോ യൂണിറ്റ് വെച്ച് അഡീഷണലി കൊടുക്കും. സോ അത്രയും യൂണിറ്റ്സ് നമുക്ക് അവൈലബിൾ ആയി. അത് കഴിഞ്ഞാൽ 2008 1:8. സോ ഓപ്പണിംഗ് യൂണിറ്റ്സിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന യൂണിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തിട്ട് ടോട്ടൽ യൂണിറ്റ്സ് കിട്ടും, ഡിവൈഡ് ബൈ 8 × 1. മനസ്സിലായോ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പറയുന്നത് പോലെ ഏത് ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി? നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഡിവിഡൻഡിനെ പോലെ തന്നെ തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ ഇത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. 1:6, 1:8, 1:11, 1:12. അതെ, 4 ബോണസേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടുമില്ല. നോക്കാം ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിക്കോ. ദേ 5 lakh യൂണിറ്റ്സ് ആയിരുന്നു. 5 lakh യൂണിറ്റ്സിനകത്ത് അന്നത്തെ NAV ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള NAV എന്ന് പറയുന്നത് 35.02 ആണ്. സോ നമുക്ക് എത്ര യൂണിറ്റ്സ് കിട്ടും? 14,277.56 യൂണിറ്റ്സ് അവൈലബിൾ ആണ്. മനസ്സിലായി? ഇനി എന്ത് ചെയ്താൽ മാത്രം മതി? ഓരോ ടേമിലും നമുക്ക് കിട്ടുന്ന ബോണസ് യൂണിറ്റ്സിനെ അങ്ങ് ആഡ് ചെയ്താൽ മാത്രം മതി. ദേ അതായത് ഓപ്പണിംഗ് യൂണിറ്റ്സ് എഴുതി പ്ലസ് അതിൻ്റെ കൂടെ ആദ്യത്തെ ടേമിൽ 1:6 ആണ്. അതായത് 14,277.56 യൂണിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് 6 യൂണിറ്റ്സ് ഉള്ള ആൾക്കാർക്ക് 1 യൂണിറ്റ്സ് വെച്ച് കിട്ടും. അതാണ് ബോണസ് യൂണിറ്റ്സ്. സോ ആ യൂണിറ്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പുതിയ യൂണിറ്റ്സ് കിട്ടും. രണ്ടാമത്തെ ടേമിൽ 1:8 ആയിരുന്നു. ദാറ്റ് മീൻസ് 16,657.15 ഡിവൈഡ് ബൈ 8 × 1. മനസ്സിലായി? സോ ഇത്രയും യൂണിറ്റ്സ് കിട്ടും. ഇതും കൂടെ ആഡ് ചെയ്യുക, അടുത്ത യൂണിറ്റ്സ് വരും. പിന്നെ നമ്മളോട് പറഞ്ഞ 1:11. സോ ഇതേപോലെ തന്നെ ആഡ് ചെയ്യുക. സോ ലാസ്റ്റ് 1:12 ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര യൂണിറ്റ്സ് വരും? ടോട്ടൽ 22,146.43 യൂണിറ്റ്സ് കിട്ടും. പിന്നെ ഡിവിഡൻഡ് ചെയ്തതുപോലെ തന്നെ ചെയ്യാം. എങ്ങനെയാ ഡിവിഡൻഡിൽ നമ്മൾ എങ്ങനെ ചെയ്തേ? നോക്കിയേ, ക്ലോസിംഗിൽ ഇത്രയും യൂണിറ്റ്സ് ഉണ്ട് ഇൻറ്റു ആ ക്ലോസിംഗിലെ NAV. അതായത് 22,146.43 യൂണിറ്റ്സ് അവൈലബിൾ ആയിരുന്നു. ഓക്കെ, അതിന് അന്നത്തെ NAV എത്രയാണ്? 34.10. സോ മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരത്ത് നമുക്ക് ടോട്ടൽ വാല്യൂ കിട്ടും. മനസ്സിലായോ? ടോട്ടൽ വാല്യൂവിൽ നിന്ന് 2% സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ കുറയ്ക്കാം. ഇവിടെയും എന്തില്ല? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന സാധനമില്ല. സോ 2% സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് കുറയ്ക്കുന്ന നേരത്ത് നമ്മുടെ ടോട്ടൽ റിട്ടേൺ കിട്ടും. മനസ്സിലായോ? 5 ലക്ഷം രൂപയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് മൈനസ് ചെയ്യാം. നമുക്ക് എത്ര വരും? 2,40,089.39 വരും. ഓക്കെ, എന്നിട്ട് റിട്ടേൺ കണ്ടുപിടിക്കാം. മൈനസ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 5 lakh ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 6.86% കിട്ടും. സിറ്റുവേഷൻ മനസ്സിലായി? ഏത് പ്ലാനാണ് ബെറ്റർ എന്നൊന്നും ചോദിച്ചിട്ടില്ല. നമുക്ക് ഏത് പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എത്രയാണ് റിട്ടേൺ എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. സോ 2 പ്ലാനുകളെ കുറിച്ചാണ് പഠിച്ചത്. ഡിവിഡൻഡ് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ബോണസ് അതൊന്നും വേണ്ട. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ദിവസത്തിലുള്ള NAV ചെയ്യുമ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കിട്ടും. എന്നിട്ട് ഓരോ ടേമിൽ കിട്ടുന്ന ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് യൂണിറ്റ്സ് എത്രയാണോ അത് ആഡ് ചെയ്ത് വരിക. ക്ലോസിംഗ് യൂണിറ്റ്സ് ഇൻറ്റു ക്ലോസിംഗ് NAV ചെയ്യുമ്പോൾ ടോട്ടൽ റിഡംഷൻ വാല്യൂ നമുക്ക് കിട്ടും. 2% സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ കയ്യിൽ കിട്ടുന്ന റിഡംഷൻ എമൗണ്ട് വരും. അതിൽ നിന്ന് ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള 5 lakh മൈനസ് ചെയ്യുക, നമ്മുടെ റിട്ടേൺ ആയി. ഡിവൈഡ് ബൈ 5 lakh × 100 ചെയ്യുമ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് വരും. ആനുവൽ പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 7 ചെയ്താലും മതി. മനസ്സിലായോ? എളുപ്പമല്ലേ? ഈ 2 പ്രോബ്ലവും ഇതിൻ്റെ മെറ്റീരിയൽ ഈ പ്രോബ്ലം കിടപ്പുണ്ട്. ഇതിൻ്റെ താഴെ തന്നെ ഇതിൻ്റെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്ന ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. ആ 2 പ്രോബ്ലം ചെയ്ത് നോക്കുക. ഇപ്പം തന്നെ ഇരുന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് അങ്ങ് അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. ഓക്കെ, ബൈ.